സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. 5 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. നിലവിലെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 5 ഗ്യാരണ്ടികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേമ പെൻഷൻ തുക അടിസ്ഥാന പെൻഷൻ ഇനത്തിൽ 3000 രൂപയിലേക്ക് എത്തിക്കുമെന്നുള്ള വാഗ്ദാനം അധികാരത്തിലേറി 6 മാസത്തിനകം തന്നെ 5 ഗ്യാരണ്ടികളും വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ മാസം 19 കൂടി പെൻഷൻ തുകയിൽ വർധനവ് പ്രഖ്യാപിക്കുമ്പോൾ പെൻഷൻ തുക വർധനവ് ഏത് മാസം മുതൽ നിലവിൽ വരുമെന്നുള്ള പ്രഖ്യാപനം കൂടി പുറത്തു വരും. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ഉൾപ്പെടെ കൈപ്പറ്റുന്ന 65 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നേരിട്ട് ബാധിക്കുന്ന വലിയ ആശ്വാസം നൽകുന്നതുമായ ഒരു തീരുമാനത്തിലേക്കായിരിക്കും സംസ്ഥാന ബജറ്റ് ഉണ്ടാവുക. പെൻഷൻ തുക മുടങ്ങാതെ കൃത്യമായി ലഭിക്കുന്നതിനായുള്ള വാർഷിക മസ്റ്ററിങ്ങിനുള്ള തീയതികൾ നിലവിലെ പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തുന്നത്. പെൻഷൻ ഗുണഭോക്താവിന്റെ മരണശേഷവും ബന്ധുക്കൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വാർഷിക മസ്റ്ററിംഗ് കൂടുതൽ കർശനമാക്കിയത്. ഇത്തരത്തിൽ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്തിയാൽ പലിശ ഉൾപ്പെടെ ഇതുവരെ ലഭിച്ച പണം തിരികെ പിടിക്കുന്നതിനും സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ആധാർ അധിഷ്ഠിത ബയോമെട്രിക് രീതിയിൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിലൂടെ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് സർക്കാർ ഗുണഭോക്താക്കൾക്കൊക്കെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അല്ലാത്തവരെ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി കൂടുതൽ അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രം പെൻഷൻ വിതരണം കൃത്യമായി നടത്തുന്നതിനു വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ വാർഷിക മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ചില പ്രത്യേക വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ വരുമാനം തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം സമർപ്പിക്കണമെന്നും സർക്കാർ മുമ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി അപേക്ഷ സമർപ്പിച്ച സമയത്ത് റേഷൻ കാർഡോ അതല്ല എങ്കിൽ മുൻഗണന തെളിയിക്കുന്ന വരുമാന രേഖകളോ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ ഈ മാസം 30 തന്നെ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്. വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ മാത്രമാണ് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള മുറയ്ക്ക് വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ 2 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് നിലവിൽ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നത്. ഇവർക്ക് 2025 ഡിസംബർ മാസത്തോടുകൂടി പെൻഷൻ തടസ്സപ്പെടേണ്ടതാണ്. എന്നാൽ ഇളവുകൾ പ്രഖ്യാപിച്ചതുകൊണ്ട് ജൂൺ മാസം 30 വരെയുള്ള പെൻഷൻ തുക ഇവർക്ക് മുടങ്ങാതെ തന്നെ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുമാന സർട്ടിഫിക്കറ്റുകളും ആധാറിന്റെ പകർപ്പും ചേർത്താണ് പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ടത്. നേരത്തെ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് പുതുതായി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സർക്കാർ അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചാൽ മതിയാകൂ.